വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ പദ്ധതിയിൽ പൈപ്പ് ലൈനിടുന്നതിനായി കുഴിച്ച സ്ഥലത്തെ മണ്ണ് കൂട്ടിയിട്ടത് സംബന്ധിച്ച് ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ പ്രചാരണം മാത്രമാണ് ഇതിന് പിറകിലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അഭിപ്രായപ്പെട്ടു. പഞ്ചായത്തിലെ 18 വാർഡുകളിൽ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കൂട്ടിയിരിക്കുന്ന മണ്ണ് നിയമപരമായി തന്നെ ലേലം ചെയ്തു നൽകുകയാണ് ചെയ്യുന്നതെന്നും ശാന്തി ബാസി വിശദീകരിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളും ജൽജീവൻ മിഷൻ്റെ ഭാഗമായിക്കൊണ്ട് എല്ലാ റോഡുകളും പൊളിച്ച് പൈപ്പിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് റോഡ് പണി വരുമ്പോൾ നമ്മൾ ഭരണസമിതി ഏകകണ്ഠമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗം റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മണ്ണ് മാറ്റി കരിങ്കല്ല് നിറച്ച് ഇട്ടിട്ട് വേണം റോഡ് പണിയാൻ വേണ്ടിയിട്ട്. അല്ലാന്ന് വെച്ചാൽ റോഡ് പണിതാൽ റോഡ് പെട്ടെന്ന് തന്നെ കേടായി പോകും. ആ മണ്ണ് മാത്രം കിടക്കുന്ന ജൽജീവൻ മിഷൻ്റെ പൈപ്പ് ഇട്ടിട്ടുള്ള ഭാഗത്ത് മണ്ണ് മാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ ആ മണ്ണ് നമ്മൾ അവിടെ നിന്ന് മാറ്റി ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിനെ സ്റ്റോർ ചെയ്തിട്ട് പണി കഴിയും. എല്ലാ റോഡും ഇതുപോലെ റീസ്റ്റോറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മണ്ണ് നമ്മൾ ലേലം ചെയ്ത് പൊതുവായിട്ട് പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കാം എന്നാണ് ഭരണസമിതി തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ആ തീരുമാനപ്രകാരമാണ് ഈ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും റീസ്റ്റോറേഷൻ്റെ ഭാഗമായി മാറ്റുന്ന മണ്ണ് ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ടുള്ള ഒരാളുടെ സ്ഥലത്താണ് ഈ മണ്ണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അവരുടെ അനുമതി പത്രം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നത്. എങ്ങനെ അനുമതി പത്രം? ഈ മണ്ണ് പഞ്ചായത്ത് പരസ്യമായി ലേലം ചെയ്ത് കൊടുക്കുന്നത് വരെ എൻ്റെ വസ്തുവിൽ ഇത് നിക്ഷേപിക്കാവുന്നതാണ് എന്ന് നമ്മൾ എഴുതി വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഇതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷനാകുമ്പോൾ നമ്മൾ ഒരുപാട് രാഷ്ട്രീയക്കാർ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ ഉണ്ടാക്കും. പക്ഷെ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ എല്ലാ കാര്യങ്ങളും 18 മെമ്പർമാരുണ്ട്. ഈ 18 മെമ്പർമാരും അറിയാതെ ഇവിടെ ഒരു കാര്യങ്ങളും നടക്കില്ല. ഏകകണ്ഠമായി പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മൾ നടപ്പാക്കുന്നത്.